ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ, അധ്യക്ഷൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാനിന്നിവിടെ ആയിരിക്കും നിങ്ങളുമായി ഒരു ചെറിയൊരു ബൈബിളിൽ നിന്ന് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന പാസ്റ്ററുകളും എല്ലാവരും ഉണ്ട്. പിന്നെ ആൻറ്റിമാരും അങ്കിളുമാരും എല്ലാവരും നന്നായി പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചാണ് ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ബട്ട് വിത്തൗട്ട് ദ ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഹിം. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. അത് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിലെ അടിത്തറയാണ്. അതുകൊണ്ടാണ് നമ്മളെ പലപ്പോഴും വിശ്വാസികൾ അല്ലെങ്കിൽ ബിലീവേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എഫേസ്യർ 2:8 കാണാൻ കഴിയുന്നുണ്ട്, കൃപയാലല്ല വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? റോമർ 10:9 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. നമുക്ക് കാണാത്ത കാര്യങ്ങളെ ബൈബിളിൽ പിന്നെയും പറയുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, വിശ്വാസം എന്ന് ആശിക്കുന്നതിനുള്ള ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു എന്ന് പറയുന്നുണ്ട്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാർഡായൊരു കാര്യമാണ്. നമ്മളിപ്പം കണ്ട കാര്യങ്ങളെ വിശ്വസിക്കുക എന്നല്ല, കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുക എന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നാം ജീവിക്കുന്നത് വിശ്വാസത്തിലാണ്, നാം രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസത്തിലാണ്, നാം നിലനിൽക്കുന്നതും വിശ്വാസത്തിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ കൂടുതൽ ആൾക്കാരും ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, കുറേ പേരും മെഷീനുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാം, പിന്നെ ഡെയിലി ലൈഫിൽ ട്രാവൽ ചെയ്യുന്നവരും കുറേ പേരുണ്ടാവാം. അപ്പം നമ്മൾ പോകുന്ന ഇതിലൊക്കെ കുറേ പ്രതിസന്ധികളും തടസ്സങ്ങളൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയൊക്കെ പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലോകാവസാനത്തോളം നിന്നെ നടത്തുമെന്ന ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം കൂടെയുണ്ട് എന്നുള്ളൊരു വാഗ്ദത്തം കൊണ്ടാണ് നമ്മൾ സമാധാനത്തോടെ പോകുന്നത്. നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് കൊണ്ടാണ്, ഉള്ളൊരു വിശ്വാസം കൊണ്ടാണ് നാം ഡെയിലി ലൈഫിൽ ജീവിക്കുന്നത്. നമുക്ക് ബൈബിളിൽ നോക്കുകയാണെങ്കിൽ, വിശ്വാസത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ, അനേക വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനേകർ വലിയ കഷ്ടതകളും ചിലർ ജീവൻ വരെ വെടിഞ്ഞതായി നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ 2 വ്യക്തികളെക്കുറിച്ച് ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേതായി നമുക്ക് ഡാനിയലിനെ പറ്റി കാണാൻ കഴിയുന്നുണ്ട്. ഡാനിയലിനെ പറ്റി പറയുമ്പോഴത്തേക്കും, ഡാനിയലിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ, സിംഹക്കുഴിയിലൊക്കെ ഇട്ടതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ദാനിയേൽ 6:23 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി, അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഇവിടെ എന്തുകൊണ്ട് ദാനിയേലിനൊന്നും പറ്റാതായി കണ്ടത്? ദൈവത്തിലോടുള്ള വിശ്വാസം കൊണ്ടാണ്. ഇപ്പം ഇതിൽ അവന് ഒരു കേടും പറ്റിയതായി കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്, അത് സിംഹത്തിനെക്കുറിച്ച്, സിംഹം അറ്റാക്ക് ചെയ്തതിനെ പറ്റി, അതിന് സിംഹത്തിൻ്റെ അറ്റാക്ക് കൊണ്ട് ഒന്നും പറ്റിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അറ്റാക്ക് ചെയ്തില്ല, അതിനെപ്പറ്റി ഒന്നും പറ്റിയില്ല എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ഗുഹയിലോട്ട് ഇട്ട് കളയെന്ന് പറയുമ്പം വേറെ രാജാവിൻ്റെ വേറെ സർവൻസ് അവരൊക്കെ ആയിരിക്കാം ഗുഹയിലേക്ക് ഇട്ട് കളയുന്ന ടൈമിൽ അവരെ കൊണ്ട് ആക്കുകയല്ല ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ എറിഞ്ഞ് കളയുക, അവർക്ക് അവരുടെ സേഫ്റ്റി നോക്കണം. ഒന്നില്ലെങ്കിൽ എറിഞ്ഞ് കളയുക, അല്ലെങ്കിൽ ഇട്ട് കളഞ്ഞു എന്നാണ് കഴിയുന്നത്. അപ്പം ആ സമയത്ത് ഡാനിയലിൻ്റെ കയ്യോ കാലോ ഒടിഞ്ഞേക്കാം, പക്ഷേ ദേഹത്ത് അവരുടെ തൊലിക്ക് മുറിവോ ചതവോ എന്ത് വേണമെങ്കിലും പറ്റാം. പക്ഷേ അവന് ദൈവത്തോടുള്ളൊരു വിശ്വാസം മൂലം അവനൊന്നും പറ്റിയില്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത്. എന്തുവായിരുന്നു അവന് വിശ്വാസം ഉണ്ടായിരുന്നത്? അവൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവം എന്നെ ഇവിടുന്ന് സംരക്ഷിക്കും, ഇല്ലെങ്കിലും ഞാൻ മരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ഞാൻ ഇന്ന് മരിക്കുവാണെങ്കിലും എനിക്ക് നിത്യതയിൽ എത്തും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, വിശ്വാസമുണ്ട്. അതാണ് അവൻ്റെ ദൈവത്തോടുള്ള വിശ്വാസം. അതുകൊണ്ട് അവനറിയാം
ദൈവത്തിനു വേണ്ടി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിലാണ് അവൻ വിശ്വസിച്ച് എന്തും ഫേസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുണ്ടായത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമ്മൾ ആ പ്രതിസന്ധികൾ ദൈവം കടത്തും, അല്ലെങ്കിൽ നമ്മളെ ഇട്ട് കളയില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ ആ പ്രശ്നത്തിൽ കൂടെ നമ്മളെ ഇടാൻ വേണ്ടി ദൈവം നമ്മളെ ആ പ്രശ്നത്തിൽ കൂടെ കടത്തിക്കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് കടത്തിക്കൊണ്ടുപോകുന്നത്? ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുക്കാനും നമ്മൾ ദൈവത്തോട് കൂടുതലായി നമ്മുടെ വിശ്വാസം ശക്തമാവാനും വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണ് എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. വിശ്വാസികളുടെ പിതാവ് അബ്രഹാമിനെ പറ്റി നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ധനികനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനോട് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അദ്ദേഹം എവിടേക്ക് പോലും പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അവരുടെ മുമ്പിലോട്ട് എന്താണ് ഫ്യൂച്ചറിൽ ദൈവം എന്താണ് വെച്ചിരിക്കുന്നതെന്ന് പോലുമുള്ള ചിന്ത മനസ്സിൽ വരാതെ ദൈവത്തിന് വേണ്ടി അദ്ദേഹം പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈവൻ നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണെങ്കിലും, നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ UK വരുന്നത്. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒന്നില്ലെങ്കിൽ ഹീത്രോ ആയിരിക്കും, അല്ലെങ്കിൽ ഗാറ്റ്വിക് ആയിരിക്കും. അതൊക്കെ ആയിരിക്കും, എയർപോർട്ടായിരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെ വന്നു കഴിഞ്ഞിട്ടും നമുക്കറിയാം നമ്മൾ മുൻപോട്ട് എന്തുവാണ് ചെയ്യാൻ പോകുന്നത്. ചിലവർ ചിലപ്പോൾ വർക്കിന് വേണ്ടി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലവർ പഠിക്കാൻ വേണ്ടി വരുന്നതായിരിക്കാം. എല്ലാവർക്കും ഓരോ എയിം അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അബ്രഹാമിനെ പറ്റി നോക്കുകയാണെങ്കിൽ അബ്രഹാമിന് മുൻപോട്ട് എന്തുവാണ് ഒന്നും അബ്രഹാമിന് അറിയില്ല. അബ്രഹാമിന് ഒരു കാര്യം അറിയാം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവസാനത്തോളം നടത്തുവാൻ ശക്തനായൊരു ദൈവം എൻ്റെ ഒപ്പം ഉണ്ട് എന്ന് അബ്രഹാമിന് അറിയാം. പിന്നെ തുടർന്ന് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അബ്രഹാം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവം കുറേ അനേക നല്ല നന്മകളെയും ഒക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിലൊരു നന്മയാണ് ഇസ്ഹാക്കിനെ കൊടുത്തത്. ഇസ്ഹാക്കിനെ കൊടുത്ത ടൈമിൽ അബ്രഹാമിന് ആ പ്രായത്തിൽ കുറേ കാത്തിരുന്ന് ദൈവം ഇസ്ഹാക്കൊരു വാഗ്ദത്ത സന്തതിയായിരുന്നു. പിന്നീട് ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്, ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി. അപ്പം അത്രയും കാലം കാത്തിരുന്ന് ഒരു മകനെ യാഗം കഴിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അബ്രഹാമിന് ചിലപ്പോൾ മനസ്സിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും അബ്രഹാമിന് എത്ര വിഷമം ഉണ്ടായിരിക്കാം സ്വന്തം മകനെ. പക്ഷെ ഒരിക്കലും ദൈവത്തോട് എതിര് പറഞ്ഞില്ല അബ്രഹാം ഒരിക്കലും എതിര് പറഞ്ഞില്ല. അബ്രഹാം ദൈവത്തോട് എതിര് പറയാതെ ഇരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് യാഗം കഴിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ടൈമിൽ അബ്രഹാമിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അബ്രഹാം ആരോടും പറഞ്ഞില്ല, സാറയോട് പോലും പറയാതെ തൻ്റെ സർവൻസിനെയും കൊണ്ട് ഇസ്ഹാക്കിനെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പോകുന്ന വഴിയിൽ ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പ കത്തിയുണ്ട്, അതേപോലെ തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ യാഗം കഴിക്കാനുള്ള മൃഗം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പ എന്നാണ് വിളിക്കുന്നത്. ഏതൊരു പേരൻസിനായാലും ഇപ്പോൾ അവരുടെ മക്കളെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവർ ദയപൂർവ്വം അപ്പ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഏതൊരു പേരൻസിൻ്റെ ഹൃദയം അലിയും. ചിലപ്പോൾ അബ്രഹാമിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അബ്രഹാമിന് ചിലപ്പം അത് കേട്ട് ചിലപ്പോൾ തകർന്നിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടും അബ്രഹാം ഒരിക്കലും ദൈവത്തെ എതിര് പറയാതെ ദൈവത്തിൽ വിശ്വസിച്ച് എനിക്ക് ഈ പ്രായത്തിൽ എനിക്ക് ഒരു മകനെ ദൈവം തരാൻ കഴിയുമെങ്കിൽ ഈ സിറ്റുവേഷനിൽ കടന്നു പോകാനും ദൈവം എനിക്കൊരു കാര്യം ഉള്ള ധൈര്യവും തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അബ്രഹാമിന്. പിന്നെ പോകുന്ന വഴിയിൽ അബ്രഹാമിന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കത്തി ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കത്തി ഉയർത്തുമ്പോഴും അബ്രഹാമിൻ്റെ ഉള്ളിൽ സെക്കൻഡ് തോട്ട് വരുന്നില്ല, ഞാൻ ചെയ്യുന്ന ദൈവമേ എനിക്ക് ദൈവം തന്ന മകനെയാണ്. ദൈവം തിരിച്ചു ചോദിക്കുന്നത് ഏതൊരു പേരൻസിനായാലും അവരുടെ മക്കൾക്ക് ചെറിയൊരു പനി വരുമ്പോൾ വരെ പേടിയാണ്. അപ്പം അബ്രഹാമിനോട് വേറെ ആരോടും അല്ല കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്, യാഗം കഴിക്കാൻ ചോദിച്ചിരിക്കുന്നത് അബ്രഹാമിനോട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് യാഗം കഴിക്കാൻ. അല്ലെങ്കിൽ ഇപ്പം ആളോട് ഏൽപ്പിക്കാനും അല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അബ്രഹാമിനോട് യാഗം കഴിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക എന്ന് പറയുകയാണെങ്കിൽ അബ്രഹാമിന് ഇസ്ഹാക്കിനെ കൊടുത്ത് മാറി നിന്ന് കരയാം. പക്ഷേ ഒരപ്പനോടാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും അവന് സ്വന്തം മകനെ കൊടുത്ത് ദൈവത്തിലോടുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് അബ്രഹാം അത് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ദൈവം അബ്രഹാമിനെ അവിടെ ഇസ്ഹാക്കിനെ ബാലൻ്റെ മേൽ കൈ വെക്കരുതെന്നും പറയുന്നതായിട്ടും നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്.
അപ്പം ഈ രണ്ട് സ്റ്റോറിയിലും നമുക്ക് സിമിലർ ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവർക്ക് രണ്ടുപേർക്കും ദൈവത്തോടുള്ളൊരു വിശ്വാസമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള വിശ്വാസം എന്തെന്ന് വെച്ചാൽ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവസാനത്തോളം കാക്കുവാൻ ശക്തൻ എന്നുള്ളൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മുൻപോട്ട് എന്തുവാ നമുക്ക് മുമ്പോട്ട് എനിക്കറിയത്തില്ല, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാവും എന്ന് വരെ ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ടാവും. പക്ഷേ ദൈവം ഇവരൊക്കെ ചെയ്ത പോലെ എന്നെ ഇവിടെ ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തുടർന്ന് നടത്താൻ ദൈവം എനിക്ക് ശക്തനാണ്. എന്നെ ഇവിടെ അമ്മയുടെ ഗർഭം മുതലേ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എന്നെ നടത്തും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മുടെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകണം. പിന്നീട് മുൻപോട്ട് കൊണ്ടുപോകണം. കർത്താവ് നമ്മുടെ മറ്റ് മതങ്ങളുടെ വിശ്വാസം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ മരണത്തിനപ്പുറത്തേക്ക് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമ്മളെ നടത്തുന്നു. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മക്കളെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നതിനായി വീണ്ടും വരുമ്പോൾ തന്നോടുകൂടെ 1000 ഗോളങ്ങൾ താണ്ടി അക്കരെ നാട്ടിലേക്ക് എത്തുക എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത. ദൈവമക്കൾക്ക് ലഭിച്ചിട്ടുള്ള അതിശ്രേഷ്ഠമായ വിശ്വാസ പ്രമാണങ്ങളെ കാത്ത് അതിൻ്റെ ഫലം കഴിച്ച് ജീവിക്കാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.